ഇന്നേ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ തൊലി കളയുന്ന മീനായിരുന്നത് കൊണ്ടിട്ട് തൊലിയൊക്കെ കളഞ്ഞത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വറുത്തരച്ച് വെക്കാനായിട്ടാണ് കേട്ടാ. അതിന് വേണ്ടിയിട്ട് ദേ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അരമുറി തേങ്ങ, ഒരു സ്പൂൺ വലിയ ജീരകം, 2-3 സ്പൂണ് പിന്നെ മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവൻ മല്ലി ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റി മൂത്ത് വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് കുറച്ചൊന്ന് തണുത്ത് വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു പകുതി തക്കാളിയും കട്ട് ചെയ്തിട്ടിട്ട് പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അതൊന്ന് അടിച്ചതിന് ശേഷം ഒരു മൺചട്ടിയിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുത്ത് പിന്നെ പാകത്തിന് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് ചുറ്റിച്ച് അത് ഒഴിച്ചു കൊടുത്ത് കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തിട്ട് അത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻകുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് ചാറൊക്കെ ഒന്ന് ഉപ്പും പുളിയൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് ഉലുവയും പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് അതും താളിച്ചിട്ട് ആ കറിൻ്റെ മുകളിൽ ഒഴിച്ചാൽ അടിപൊളി മീൻകറി, വറുത്തരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.